ഹായ് അപ്പനും മക്കളും യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത്, അതായത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കളിച്ചിരുന്ന കളികൾ, നൂറാങ്കോല്, 4 മൂല, 15 മൂല, കള്ളനും പോലീസ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കളികളുണ്ടായിരുന്നു. ഇന്നത്തെ തലമുറകൾക്ക് ഈ വക കളികളൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു കളി നിങ്ങളെ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ. എന്തായാലും ആ ഒരു കളികളൊന്നും നമ്മുടെ കുട്ടികൾക്ക്, ഇപ്പോഴുള്ള കുട്ടികൾക്ക് അറിയില്ല. ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഫോണിൽ കൂടെ ഉള്ള കളികൾ മാത്രമേ, ഗെയിമുകൾ മാത്രമേ അറിയുള്ളൂ. അപ്പം പണ്ട് കാലത്ത് നമ്മൾ കളിച്ചിരുന്ന ചട്ടയംപുള്ള, അതുപോലെ കുളം മുന്തിരിങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കളികളുണ്ട്. നമ്മുടെ സ്കൂളിൽ പൂജ്യം വെട്ടിക്കളി, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കളികളുണ്ട്. അപ്പം അത്തരത്തിലുള്ള കുറച്ച് കളികൾ, നമുക്ക് ഒരുപാട് കളികൾ ഇടാൻ പറ്റില്ല, അത് മറ്റൊരു വീഡിയോസിനെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു കളി നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു കളി നിങ്ങളൊന്ന് കാണും, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് നൂറാങ്കോല് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈർക്കിളി വെച്ചിട്ടുള്ള ഒരു കളിയാണ് നൂറാങ്കോല് എന്ന് പറയുന്ന ഒരു കളി. ഇത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കളിച്ചൊരു കളിയാണ്. ഇത് നൂറാങ്കോല് വലിയൊരു കോലുണ്ടാവും, അതിന് പിന്നെ 10 കോലാണ് അതിനുണ്ടാവുക. അതിൽ 9 ചെറിയ കോലും ഒരു വലിയ കോലുമാണ് ഉള്ളത്. അപ്പോൾ അത് വലിയ കോലിന്ന് തൊടാതെ, അത് ഒരു കോല് പോലും അളകാതെ അതിന്ന് തട്ടിത്തെറിപ്പിക്കണം. അപ്പോൾ ഒന്ന് തട്ടിത്തെറിപ്പിച്ചാൽ 10 പോയിൻ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കളിയാണ് ഈ ഒരു നൂറാങ്കോല് എന്ന് പറയുന്ന ഒരു കളി. ഇതൊന്നും നിങ്ങൾ കളിച്ചു നോക്കുക എന്തായാലും. അതിനുശേഷം ഇതാണ് കല്ല് കളി, 5 കല്ല് കളി എന്ന് പറയും. ഇത് ഇവർക്കൊന്നും ഇപ്പോൾ ഈ കളി അറിയില്ല, കാരണം ഞാൻ അവരെ കൊണ്ടൊന്ന് ജസ്റ്റ് കളിപ്പിച്ച് നോക്കിയാണ്. അപ്പോൾ ഞാൻ അവർക്ക് കളി കാണിച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെയൊക്കെയാണ് കളിക്കുക. ഇതാണ് 5 കല്ല് കളി. അതായത് നമ്മൾ പണ്ട് ഒരുപാട് ആളുകൾ, ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ കളിച്ചിരുന്നൊരു കളിയാണ് ഈ 5 കല്ല് കളി. അത് ഭയങ്കര സംഭവമാണ്. നമ്മളെ സ്കൂളിലൂടെയൊക്കെ ഏറ്റവും കൂടുതൽ, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പോലും ഈ 5 കല്ല് കളിക്കാറുണ്ട് കുട്ടികൾ. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ് ഈ കളി കളിക്കാറ്. ഇതിനാണ് പേര് 5 കല്ല് കളി. പിന്നെ ഒരു 8 കല്ല് കളിയുണ്ട്. അതൊന്നും ഞാൻ അതിൽ കാണിച്ചില്ല, കാരണം നമുക്കെല്ലാം കാണിക്കാനുള്ള ഒരു സമയം ഇതിലില്ല. നമുക്ക് ഇതിനൊരു പരിമിതിയുള്ള സമയമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് കളികൾ വേറെയുണ്ട്. അപ്പോൾ ഞാൻ പറ്റുന്ന രീതിയിലുള്ള കളികളൊക്കെ ഞാനിതിൽ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഒരു സംഭവം ഇടുന്നത്. ഇതാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കല്ല് നീക്കി കളി, അതായത് 3 ഘട്ട 4 ഘട്ട കളി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നമ്മൾ 4 മൂലക്കളി, അതുപോലെ തന്നെ അങ്ങനെ ഒരു സംഭവമാണ്. കല്ല് വെച്ചിട്ടുള്ളൊരു കളിയാണ്. 4 ചതുരം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ക്രോസിന് പ്ലസ് പോലെ വരഞ്ഞിട്ട് ഉള്ളൊരു കളിയാണ് ഇത്. പിന്നെ അങ്ങനത്തെ ഒരുപാട് കളികളുണ്ട്. ഇപ്പോൾ ഇതൊന്നും നമ്മുടെ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് അറിയില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നും അറിയില്ല. അപ്പോൾ പഴയ കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ, പഴയ ചെറുപ്പകാലത്തെ കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റും. എന്തായാലും ഇതിനാണ് പറയുക 15 മൂല കളി. അതായത് 3 വലിയ കല്ലും 15 ചെറിയ കല്ലും വെച്ചിട്ട് നമ്മളെ ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു കളിയാണ് ഈ 15 മൂല എന്ന് പറയുന്ന ഒരു കളിയാണത്. അപ്പോൾ ഇതൊന്നും ഈ നമ്മുടെ കുട്ടികൾ, എൻ്റെ കുട്ടികൾക്ക് പോലും അറിയില്ല. എന്തായാലും അത് ഞാൻ അവരെ കൊണ്ട് കളി ഇങ്ങനെയാണിത് കളിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കളിയാണ് ഇത്. 15 മൂലയാണ് അതിൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവർക്ക് ഇതൊന്നും അറിയില്ല. അപ്പം ഞാനത് മറ്റുള്ള കുട്ടികൾക്കും ഇതൊരു പ്രചോദനമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവർക്കിത് പറഞ്ഞു കൊടുക്കുന്നത്. അവർക്കൊന്നും ഇതെന്ത് കളിയാണെന്ന് പോലും അവർക്കറിയാം. അവർക്കൊക്കെ ഇപ്പോൾ ഈ ഫോണിൽ കാണുന്ന ഗെയിമുകൾ മാത്രമേ അറിയുള്ളൂ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ കളിച്ചിരുന്നൊരു കളിയാണ് ഇത് 15 മൂല എന്ന് പറയുന്ന ഒരു കളി. അപ്പോൾ ഞാൻ അവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഇതുപോലുള്ള ഇപ്പോഴത്തെ തലമുറ കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അതാണ് 15 മൂല കളി. അപ്പോൾ എന്തായാലും ഞാൻ ഓരോന്നായിട്ട് ഈ കല്ലുകൾ എങ്ങനെയാണ് വെക്കുന്നത്, അതുപോലെ തന്നെ നമ്മളെ ഓരോ ഇതും ശ്രദ്ധിച്ചിട്ട് അത് നമ്മളെ ഈ 3 വലിയ കല്ല് ലോക്ക് ചെയ്യണം, ഈ 15 ചെറിയ കല്ല് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും അടുത്തത് ഇതുവരെ ഒരു വണ്ടിക്കളി നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളിച്ചതാണ്. ഒരു ബസ്സാണത്, ബസ്സിൽ പോകുന്നൊരു രംഗമാണിത്. അപ്പോൾ എന്തായാലും നമ്മൾ അന്നത്തെ കാലത്തൊക്കെ പൈസ എന്ന് പറയുന്നത് ഇല പൊട്ടിച്ചിട്ടുള്ള കളിയാണ്. ഇലയാണ് പൈസ എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഇങ്ങനെ ഓരോരുത്തർ വഴിയിൽ നിൽക്കി ഓരോരുത്തരങ്ങനെ കയറ്റി കൊണ്ടുപോകും. അങ്ങനെയുള്ളൊരു സംഭവമാണ് ഈ ഒരു കളി. കയറ് കെട്ടിയിട്ട് ബസ്സിൻ്റെ പോലെയുള്ളൊരു കളിയാണ് ഇതൊക്കെ നമ്മൾ ചെറുപ്പകാലത്ത് ഒരുപാട് കളിച്ചിരുന്നൊരു കളിയാണ്. ഇപ്പോഴത്തെ തലമുറകൾക്കൊന്നും ഇതൊന്നും അറിയില്ല. എന്തായാലും ഇതുണ്ടോ ആളുകൾ ഇനിയിപ്പോൾ ഇതിലിങ്ങനെ ആളുകൾ വരിക്ക് ഇങ്ങനെ നിറഞ്ഞിട്ട് ആളുകൾ കയറും. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു കളിയാണ് ഇത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്നൊരു കളികളാണ്. അപ്പോൾ ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല, ഇങ്ങനെയൊക്കെ ഒരു കളി ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കുട്ടികൾക്കൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇതാണ് നമ്മൾ ഗെയിം കളി. അപ്പോൾ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കയറ് കൊണ്ട് കവറ് പോലത്തെ ഇതൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ട് ഉള്ള ഒരു സംഭവമാണ് നമ്മൾ ഇത് ചെയ്യാറ്. അപ്പോൾ എന്തായാലും
ഇതിങ്ങനെ എറിഞ്ഞ് വീഴ്ത്തിയിട്ട് ഗെയിം എറിഞ്ഞ് വീഴ്ത്തിയിട്ട് അത് നമ്മൾ ചെയ്യുന്നൊരു പരിപാടി അത് എറിഞ്ഞ് വീഴ്ത്തി ഇനി അവനെ എറിയുന്നൊരു രംഗമാണ്. അവൾക്കത് അറിയില്ല, കാരണം അവൾ പിന്നാലെ പോയിട്ട് എറിയുന്നൊരു സംഭവം. നമ്മൾക്ക് ബോൾ എവിടെ നിന്നാണോ കിട്ടിയത് അവിടെ നിന്ന് എറിഞ്ഞിട്ട് തട്ടിക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കളി. പിന്നെ എറിഞ്ഞ് തട്ടാതെ നമ്മൾ ആ ഗെയിം അടുക്കണം. അപ്പോൾ അവൾ എറിഞ്ഞ് വീഴ്ത്തിയിട്ട് മറ്റവൻ എറിഞ്ഞു തട്ടിയില്ല. അപ്പോഴത്തേന് ഇവർ വന്നിട്ട് ഈ ഗെയിം അടുക്കുന്ന രംഗമാണ്. അപ്പോൾ അവർ ജയിച്ചു. അപ്പോൾ അവർ ഗെയിം അടുക്കിയത് കാരണം അവർ ജയിച്ചു. ഇതാണ് നമ്മൾ കക്ക് കളി എന്നൊക്കെ പറയും. കാലുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ചതുരത്തിൽ ഇതൊക്കെ വരഞ്ഞിട്ട് കക്ക് കളി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെയാണ് പറയുക. നമ്മൾ കല്ലിങ്ങനെ ഓരോ കള്ളിക്ക് ഇങ്ങനെ ആ വരയിൽ ആ കക്ക് നിൽക്കാതെ തട്ടിക്കണം. അപ്പോൾ അങ്ങനെ തട്ടി ഇങ്ങനെ വരണം. അപ്പോൾ ഇന്ന് അടുത്തത് ഇവിടുന്ന് അങ്ങോട്ടും പോകും. അങ്ങനെയുള്ളൊരു കളിയാണ്. അപ്പോൾ ഇതൊന്നും ഇവർക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ഇത് അവർക്കൊക്കെ പറഞ്ഞ് നേരെ കളിപ്പിക്കുന്നവരെ കണ്ടു. അപ്പോൾ അവൻ്റെ കളി പൊട്ടി, അതായത് അവൻ്റെ വരയിലാണ് വന്നത്. ഇതാണ് കൊലോം മുന്തിരിങ്ങ എന്ന് പറഞ്ഞിട്ടൊരു കളിയുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഇല കൊണ്ട് ഇങ്ങനെ ഒരാൾ കോഴിയാണ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുക. കോഴി ഓടി ഞാൻ കോഴീനെ പോയിട്ട് തൊടണം. ആ തൊടുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അങ്ങനെ അവനെ തൊട്ടു. ഇനിയിപ്പോൾ അടുത്ത ആൾ ഇതുപോലെ ഇരിക്കും, അവൾ ഓടി ഇനി അവളെ തൊടണം. ആ കോഴീനെ പിടിച്ച് കൂട്ടിൽ കയറ്റണം. അപ്പോൾ കൂട്ടിൽ കയറ്റുന്നൊരു കളിയാണിത്. അപ്പോൾ ഇവൾ പിന്നാലെ കൂടി പിടിക്കുന്ന രംഗമാണ്. അപ്പോൾ അവളെ പിടിക്കാൻ കിട്ടണില്ല. അപ്പോൾ പിടിച്ചിട്ട് അവൾ വീണ്ടും ആ കളത്തിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ അവർ ജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ഇവരെന്നെ ഇത് കളിക്കുന്നൊരു സംഭവമാണ്. അതിനാണ് കുളം മുന്തിരിങ്ങ നരി ചുറ്റുക എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം ഇങ്ങനെ കളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തെ കുട്ടികൾക്ക് അറിയുള്ളൂ. ഇപ്പോഴുള്ള തലമുറകൾക്ക് ഈ വക കളികൾ എന്താണോ എന്നുള്ളതൊന്നും അറിയില്ല. പിന്നീട് ഇതിൽ ഒരുപാട് കളികൾ വീണ്ടും വരാനുണ്ട്. കാരണം നമ്മളെ തായം കളി, അതുപോലെ തന്നെ കള്ളനും പോലീസ്, അങ്ങനെ ഒരുപാട് കളികൾ, സാറ്റ് കളി, കുരങ്ങൻ കളി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കളികളുണ്ട്. പക്ഷേ നമുക്ക് ഇതൊന്നും അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാലൻസ് കളികളും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതാണ് മൂന്ന് കുഴി കളി എന്ന് പറയും. കോട്ടിയും കൊണ്ട് ഗോലി കൊണ്ട് കളിക്കുന്നൊരു കളിയാണ് മൂന്ന് കുഴി എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ തലമുറ മക്കൾക്ക് ഇതൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളെ പരമാവധി നിങ്ങളെ വിലയേറിയ ഓരോരോ കമൻറ്റുകൾ ഇതിനെക്കുറിച്ച് ഏതാണോ എന്നൊക്കെ കമൻറ്റുകളിൽ അറിയിക്കാൻ ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതിനാണ് മൂന്ന് കുഴി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് കളി വേറെയും ഉണ്ട്.